ഹലോ, ഇന്നൊരു സൺഡേ വ്ളോഗാണ്. സൺഡേ ക്ലീനിങ് വ്ളോഗൊന്നുമല്ല, ജസ്റ്റ് എൻ്റെ ഒരു ഡേ കാണിക്കുവാണ്. എപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ നിൽക്കാറില്ല. ഡീപ്പ് ക്ലീൻ ഒരു മാസത്തിൽ ഒരു 2 തവണ അല്ലെങ്കിൽ ഒരു തവണയെ ഞാൻ ചെയ്യാറുള്ളൂ. ഡീപ്പ് ക്ലീനായിട്ട് അല്ലാതെ ഞാൻ തൂത്ത് തുടച്ചിടും. എപ്പോഴും ഇല്ല. ഇപ്പോൾ ഒന്നരാടം തുടയ്ക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ആഴ്ചയിൽ 2 തവണയെ ഞാൻ തുടയ്ക്കാറുള്ളൂ. കാരണം കുട്ടാസും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഈവൻ രാത്രിയിൽ ഉറങ്ങാറില്ല. രാവിലെ എഴുന്നേൽക്കാനും ഞാൻ താമസിക്കും. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു സമയമാകും. സോ തുടയ്ക്കാനായിട്ട് ഞാൻ 2 ദിവസം എടുക്കാറുള്ളൂ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ താമസിച്ച് തന്നെയാണ് എഴുന്നേറ്റ പാടെ കഴിക്കാനാണ് ഞാൻ ചെയ്തത്. ഇന്ന് ഞങ്ങൾക്ക് ക്യാബേജ് അപ്പമായിരുന്നു. ക്യാബേജ് സാധാരണ നമ്മുടെ പച്ചരിയും തേങ്ങയും കൂടി അരച്ച് മുളക് പൊടി അല്ലെങ്കിൽ നമ്മുടെ വറ്റൽ മുളകും ഇട്ട് അരച്ച് അതിനകത്ത് ക്യാബേജ് അരിഞ്ഞതും ചേർത്ത് പുഴുങ്ങി ഇങ്ങനെ എടുക്കും. ഇലയ്ക്കകത്ത് ഇടാം, അല്ലെങ്കിൽ സാധാരണ പ്ലേറ്റിനകത്തും കൂടി ഇട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ഇലയ്ക്കകത്താകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനാണ് പറഞ്ഞത് ഇലയ്ക്കകത്ത് ഇട്ടാൽ മതിയെന്ന്. സോ ഞാൻ തന്നെ അമ്മ അരച്ച് തന്നു. ഞാനങ്ങനെ പുഴുങ്ങാനായിട്ട് വെച്ചേക്കുവാണ്. അതൊരു 1 hour ആകും. സോ ആ ഒരു ഇതിനനുസരിച്ച് തന്നെ നമ്മൾ പുഴുങ്ങാനായിട്ട് ഇടുക. പിന്നെ അതിൻ്റെ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ക്ലീനാക്കി എടുക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞു. കുട്ടാസൂടെ കുളി കഴിഞ്ഞു. അവന് കുറുക്ക് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഈ വ്ളോഗ് തുടങ്ങുന്നത്. അന്നേരത്തേനും ആ ഒരു സമയം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കാതെ ആയതല്ല. ആ ഒരു ടൈം ആയപ്പോൾ തന്നെയാണ് ഞാൻ പിന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. പിന്നെ ഞാനവിടെ തൂത്ത് തുടച്ചെല്ലാമായിട്ട് ആരുവിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ഞാൻ പോകുവാണ്. അതിനിടയ്ക്ക് തൂക്കുന്നുമുണ്ട്. തുടച്ചില്ല, ഞാൻ അന്ന് തുടച്ചില്ല. കാരണം ശനിയാഴ്ച ഞാൻ തുടച്ചിട്ടായിരുന്നു. അപ്പോൾ ആരുവിനുള്ള വെള്ളം വെക്കാനായിട്ട് ഞാനവിടെ കോരാനും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലായിടത്തും അവിടെ എല്ലാം തൂത്ത് തുടച്ചിട്ടു. ഇന്ന് അമ്പലത്തിലും കൂടി പോകേണ്ടതുകൊണ്ട് ഞാൻ എളുപ്പം തന്നെ എല്ലാം ചെയ്യുവാണ്. രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഊണ് അമ്പലത്തിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേവ് നോക്കുന്നുണ്ട്. ആയിട്ടില്ല, കാരണം കുറച്ച് സമയം ആയിട്ടുള്ളായിരുന്നുള്ളൂ. ആ ഒരു മേൽ പോർഷൻ മാത്രമേ വെന്തിട്ടുണ്ടായിരുന്നുള്ളൂ. താഴെയും കൂടി വേവണമായിരുന്നു ഇച്ചിരി. സോ ഞാൻ ഫോർക്ക് കൊണ്ട് കുത്തി നോക്കണം, ആവാത്തതുകൊണ്ട് പിന്നെ അടച്ചു വെച്ചു. പിന്നെ ഞാനവിടെ കുട്ടാസുവിനെ കിടന്നിരുന്ന ആ ഒരു പ്ലേ മാറ്റ് എല്ലാം എടുത്ത് മടക്കി എല്ലാം വെച്ച് എല്ലായിടത്തും ഞാൻ തുടച്ചിടുവാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്തോ എല്ലാം വന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. എനിക്ക് ഓർമ്മയില്ല എന്താ പറയുന്നതെന്നൊന്നും. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന് വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ എന്തോ കുറേയെല്ലാം പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് നോക്കി ഇത് നോക്കാന്നെല്ലാം പറയും. ഞാൻ എൻ്റെ ജോലി തന്നെ ചെയ്യണം. ഈ ഒരു നേരം കൊണ്ട് ആരും എഴുന്നേറ്റിട്ടില്ല. മനു എഴുന്നേറ്റിട്ടില്ല. കുട്ടാസ് ഉറക്കമായി. അപ്പോഴത്തേനും ആ ഒരു TV-യുടെ ആ ഒരു ഇതിനകത്താണ് എല്ലാം കൊണ്ട് ഡംപ് ചെയ്യാറുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഞാൻ കത്തിക്കാനും ഇട്ടിട്ടുണ്ട്. ആ തെർമോക്കോളെല്ലാം കൊടുക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹരിതകർമ്മസേന എടുക്കുമെന്ന് തോന്നുന്നു ഏതോ ഒരു ദിവസം. സോ ഞാൻ അതെല്ലാം ചാക്കിലാക്കിയിട്ട് അത് അതിനകത്തുള്ള എല്ലാം കണ്ടോ തെർമോക്കോളുണ്ട്, അതെല്ലാം ആ ഒരു പെട്ടി കളയാതെ വെച്ചിരിക്കുമായിരുന്നു. മഞ്ഞ് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എടുത്തെല്ലാം കത്തിച്ചും കളഞ്ഞു. പ്ലാസ്റ്റിക് കത്തിച്ചില്ല, നമ്മുടെ ആ ഒരു പേസ്റ്റ് ബോർഡ് പെട്ടി മാത്രം ഞാൻ കത്തിച്ച് കളഞ്ഞു. പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് ആ ചാക്കിനകത്തും വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും ഇതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. TV കാണുവാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഓർമ്മയില്ല അവൻ എഴുന്നേറ്റോ ഇല്ലയോ എന്നൊന്നും. സോ അതെല്ലാം ഞാൻ കഴിഞ്ഞപ്പോഴത്തേനും കുളിച്ചും വന്ന് വിളക്ക് കത്തിച്ചു. മനു സാധാരണ സൺഡേ താമസിച്ച് എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ വിളക്ക് കത്തിക്കാറില്ല. ഞാൻ അല്ലെങ്കിൽ ആരുമാണ് കത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ലെൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഞാനിന്ന് അമ്പലത്തിൽ പോകാനായിട്ട് സാരിയാണ് കൊടുത്തത്. കുട എടുക്കാനായിരുന്നു ഞാൻ വന്നത്, പിന്നെ അതെല്ലാം മറന്നുപോയി. കുടയും എടുത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും വാഹനത്തിൽ ദൈവം വന്നിരുന്നു. ഇതാണ് വാഹനം. ഇന്ന് ഗരുഡ വാഹനമായിരുന്നു. സാധാരണ നമുക്ക് അമ്പലത്തിൽ ദൈവത്തിനെ ഇങ്ങനെ ഒരു വലം വെച്ചിട്ട് ഹനുമാൻ്റെ വാഹനം, പിന്നെ ശേഷവാഹനം, സൂര്യവാഹനം, ചന്ദ്രവാഹനം, പിന്നെ സപ്താശ്വവാഹനം, ഹംസവാഹനം, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഈ ഒരു
മണ്ണിലൂടെ പോകുന്നത് ഗരുഡവാഹനവും പിന്നെ ഹംസവാഹനം പോകാറുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, സോറി. ചന്ദ്രവാഹനം പോകാറുണ്ട്, സൂര്യവാഹനം പോകാറുണ്ട്. ഇങ്ങനെ തന്നെ നമ്മുടെ ആ ഒരു ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തൂടെ ഇതേ ഈ ഒരു ആ ഒരു ആനപ്പന്തൽ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തൂടി പോകുന്ന വാഹനങ്ങളും ഉണ്ട്. സപ്താശ്വവാഹനം അതെല്ലാം മുകളിലൂടെ പോകുന്നതാണ്. താഴെ കൂടെ പോകുന്നത് ആ ഒരു വലിയൊരു വാഹനമാണ്. പിന്നെ ആ ഒരു സമയം കൊണ്ട് കുട്ടാസിന് വിശന്നതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്നു. വീട് അടുത്ത് തന്നെയാണ്. പിന്നെ ആ ഒരു കുറുക്കാണ് കാണിച്ചത്. അത് മുളപ്പിച്ച് റാഗി മുളപ്പിച്ച് പൊടിച്ച ഇതാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. കാരണം എൻ്റെ ചേട്ടൻ്റെ വൈഫ് പറഞ്ഞു അത് കൊടുക്കുക നല്ലതാണ്. അല്ലാതെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ തന്നെ റെസിപ്പി കാണിച്ചായിരുന്നു, അതായിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതും കൂടി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടും മാറ്റി മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ പുറത്തു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുല്ലക്കൽ അമ്പലത്തിലോട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കുട്ടാസ് എന്നെ നോക്കുന്ന ആ ഒരു ഇതാണ് ഞാൻ കാണിച്ചത്. അവന് അത്ഭുതത്തോടെ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ചെറപ്പിന് ശേഷം അന്നാണ് ഞങ്ങൾ അമ്പലത്തിൽ തന്നെ വരുന്നത്. പിന്നെ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ കാണുന്നത് കൃഷ്ണൻ്റെ ആ ഒരു ഇതും. പിന്നെ ആരും ഇത് വരുമ്പോൾ ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ നവഗ്രഹവും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നാഗങ്ങളുമാണ്. പിന്നെ ഈ ഒരു സൈഡിൽ കാണുന്നത് മുരുകൻ്റെ അമ്പലവും കൂടിയാണ്. അങ്ങനെയാണ് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഗണപതിയും തൊട്ട് മുമ്പിലായിട്ട് ഹനുമാനും പിന്നെ ഗണപതിയുടെ ആ ഒരു പുറകുവശം തന്നെ നമ്മുടെ അയ്യപ്പനും ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ കയറിയത് ഇന്ത്യൻ കോഫി ഹൗസിലാണ്. ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് ഞാനും അമ്മയും മസാല ദോശ, ആരു നെയ്റോസ്റ്റ്, മഞ്ഞു പൊറോട്ടയും പിന്നെ മുട്ടക്കറിയുമാണ് കഴിച്ചത്. വിശന്നിരുന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ബൈ.